വിളവിന്റെ സമൃദ്ധി കാണണമെങ്കിൽ പിണ്ടിമന പഞ്ചായത്തിലെ വിരമിച്ച അധ്യാപക ദമ്പതികളുടെ കൃഷിയിടത്തിലെത്തണം. കായ്ഫലങ്ങളുടെ നിറവിലാണ് കുര്യൻ ജെമിനി ദമ്പതികളുടെ പുരയിടം. ഏതു കാലാവസ്ഥയിലും പൂ ചൂടിയതും ഫലങ്ങൾ നിറഞ്ഞതുമായ തോട്ടങ്ങളാണ് കോതമംഗലം പിണ്ടിമന കുര്യൻ എം.ജെയുടെയും ജെമിനി കുര്യന്റെയും വീട്ടുപരിസരം മുഴുവൻ. ഹൈസ്കൂൾ പ്രധാന അധ്യാപകനായി വിരമിച്ചയാളാണ് കുര്യൻ എം.ജെ. ഭാര്യ അധ്യാപികയായിരുന്നു. കർഷക കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന ഇരുവർക്കും സർവീസിൽ നിന്നുള്ള വിരമിക്കൽ കൃഷിയിലേക്കുള്ള പുനഃപ്രവേശനമായിരുന്നു. 2010 ഞാൻ സർവീസിൽ നിന്ന് വന്നു. 2015 വൈഫും സർവീസിൽ നിന്ന് വന്നു. അപ്പോൾ സർവീസിൽ നിന്ന് പോകുന്ന ശേഷമാണ് ഞങ്ങൾ കൃഷിയോട് കൂടുതൽ താല്പര്യം. ചെറുപ്പത്തിലെ മുതൽ കൃഷിയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. പാറിന കാലം മുതൽ തന്നെ ഞങ്ങൾ കൃഷിക്കാരായിരുന്നു. അതുകൊണ്ട് കൃഷിയോട് ചെറുപ്പത്തിലെ മുതൽ ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2010 ശേഷം ഞങ്ങൾ സജീവമായിട്ട് കൃഷിയിലേർപ്പെട്ടു. എന്നെ സഹായിക്കാനായിട്ട് വൈഫും കൂടെ ഉണ്ട്, ഭാര്യയും കൂടെ ഉണ്ട്. ഏതൊക്കെ തരത്തിലുള്ള കൃഷികളാണ് ഇപ്പോൾ ഉള്ളത്? ഞങ്ങളിപ്പോൾ എല്ലാ തരത്തിലുള്ള കൃഷിയുണ്ട്. കൊക്കോയുണ്ട്, ജാതിയുണ്ട്, റംബൂട്ടാനുണ്ട്, മാംഗോസ്റ്റിനുണ്ട്. അതുപോലെ പച്ചക്കറി ആയിട്ട് വെള്ളരിയുണ്ട്, പാവലുണ്ട്, പടവലം കൃഷിയും വള്ളിപ്പയർ കൃഷിയും, അങ്ങനെ എല്ലാ ജാതി കൃഷികളുണ്ട്. അത് വേനലാകുമ്പോൾ പയറും ഒക്കെ ഞങ്ങൾ കൃഷി ചെയ്യും. വർഷത്തിലധികം പാവലും കുക്കുമ്പറുമാണ് മെയിൻ കൃഷി. ഞങ്ങളുടെ മെയിൻ കൃഷി എന്ന് പറഞ്ഞാൽ കുക്കുമ്പറും പാവലുമാണ്. ഈ പച്ചക്കറികളൊക്കെ എങ്ങനെ കീടബാധയില്ലാതെ ജൈവമാർഗ്ഗം? അത് ഞങ്ങൾ പാവലൊക്കെ എന്ന് പറഞ്ഞാൽ പൂ അങ്ങോട്ട് വാടി പിറ്റേ ദിവസം ഞങ്ങൾ അതിന് കൂടിടും. പോളിനേഷൻ കഴിഞ്ഞാൽ അപ്പം തന്നെ കൂടിട്ടാണ് ഞങ്ങൾ പാവല. അതിന് മരുന്നൊന്നും അടിക്കില്ല. കുക്കുമ്പർ പിന്നെ അധികമായിട്ട് ഉണ്ടായി കഴിയുമ്പോൾ അധികം ഈ വർഷക്കാലത്ത് ഉണ്ടാവണേന് അങ്ങനെ കീടങ്ങൾ അധികം ശല്യമില്ല. അത് ഞങ്ങൾക്ക് മരുന്നടിക്കുകയൊന്നും വേണ്ട. അതല്ലാതെ തന്നെ പന്തലയിലാണ് എല്ലാം കൃഷി ചെയ്യുന്നത്. നിലത്തൂടെയുള്ള കൃഷിയില്ല ഞങ്ങൾക്ക്, എല്ലാം പന്തൽ കൃഷിയാണ്. രാസവളമില്ലാതെ മികച്ച വിളവ് കിട്ടും? പിന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഇത് ഉണ്ട്. കൊപ്രയും കോഴിവളം, ചാണകം, അത് നമ്മളിങ്ങനെ ഇവിടെ ഇട്ടേ. വേപ്പിണ്ണാക്ക്, ഇതൊക്കെയാണ് ഞങ്ങളുടെ വളം. പഴവർഗ്ഗച്ചെടികൾ, മീൻ വളർത്തൽ, തേനീച്ച കൃഷി തുടങ്ങി കാലാവസ്ഥയ്ക്കനുസൃതമായ എല്ലാ കൃഷികളും വിജയകരമായി പരീക്ഷിച്ചവരാണ് ഇരുവരും. മാർക്കറ്റിംഗ് ഒരു തടസ്സമേ അല്ല എന്നാണ് അധ്യാപക ദമ്പതികൾ പറയുന്നത്. ഈ കൃഷി അനുഭവത്തിൽ നിന്ന് കൃഷി ലാഭകരം എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ പെൻഷൻകാരാണ്. ഇപ്പം ഈ ജൈവ കൃഷി ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില കൃഷി നല്ല ലാഭമായിരിക്കും, ചിലപ്പോൾ നമുക്ക് നഷ്ടം വരും. എന്നാലും വലിയ പ്രശ്നങ്ങളില്ലാതെ ടാലിയായിട്ട് പോകും. നഷ്ടം എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കഴിക്കണതും പിന്നെ കൊടുക്കണതും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നഷ്ടം എന്ന് പറയാനില്ല. ഞങ്ങൾക്ക് ഇവിടെ മാർക്കറ്റിംഗ് വിഷയമല്ല. ഇവിടെ ഇങ്ങനെയാണെന്ന് അറിഞ്ഞതുകൊണ്ട് ആളുകളെല്ലാം സ്പോട്ടിൽ തന്നെ നമുക്ക് വരികയും ചെയ്യും. ഓർഡർ ഉണ്ട് താനും. പിണ്ടിമന കൃഷിഭവൻ രൂപീകരിച്ച ഹരിത വെജിറ്റബിൾ ക്ലസ്റ്ററിലെ അംഗങ്ങളാണ് ഇരുവരും. ലക്ഷങ്ങളുടെ പച്ചക്കറി ഉൽപ്പാദനം 96 അംഗങ്ങളുള്ള ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെന്നാണ് കൃഷി ഓഫീസർ ഷൈല CM പറയുന്നത്. ഈ ക്ലസ്റ്ററിലെ അംഗമായ കുര്യൻ എം.ജെ എന്ന കർഷകൻ്റെ കൃഷിയിടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൃഷിഭവൻ വഴി സൗജന്യമായി പച്ചക്കറി വിത്തുകളും പച്ചക്കറി തൈകളും ജൈവ കീടനാശിനിയും ജൈവവളങ്ങളും കൃഷിക്ക് ആവശ്യമായതെല്ലാം സൗജന്യമായിട്ട് തന്നെ കൃഷിഭവനിൽ നിന്ന് ലഭ്യമാക്കുന്നു. ഇതുകൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് സ്കീമിലും ഗ്രാമപഞ്ചായത്തിൻ്റെ മറ്റ് സ്കീമുകളിലും ധാരാളം പച്ചക്കറി തൈകളും വിത്തുകളും പച്ചക്കറി കർഷകർക്കായിട്ട് ലഭ്യമാക്കുന്നുണ്ട്. ഈ പച്ചക്കറി കർഷകരെ സഹായിക്കുന്നതിനായിട്ട് പിണ്ടിമന കൃഷിഭവൻ്റെ കീഴിൽ ഒരു വെജിറ്റബിൾ ക്ലസ്റ്റർ മാർക്കറ്റ് പ്രവർത്തിച്ചു വരുന്നു. ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളെല്ലാം നമ്മുടെ ക്ലസ്റ്ററിൻ്റെ കീഴിലുള്ള മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായിട്ട് വയ്ക്കുകയും ലക്ഷങ്ങളുടെ വിൽപ്പന നടക്കുന്ന ഒരു മാർക്കറ്റാണ് പിണ്ടിമന കൃഷിഭവൻ്റെ കീഴിലുള്ള മാർക്കറ്റ്. കാർഷിക രംഗത്ത് പ്രതീക്ഷയ്ക്ക് ഇപ്പോഴും വകയുണ്ടെന്നാണ് ഈ അധ്യാപക ദമ്പതികൾ നൽകുന്ന കൃഷിപാഠം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.